ഹലോ ഫ്രണ്ട്സ്, സുട്ടോപ്പിയ 2 അങ്ങനെ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. കിടിലം, ഒന്നും പറയില്ല, കിടിലമായിട്ട് തന്നെ ഉണ്ട്. സിനിമ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഓബിയസ്ലി ദിസ് ഇസ് എൻ ആനിമേഷൻ മൂവി, പക്ഷേ സിനിമയിൽ ലോജിക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല. പക്ഷെ എന്നാലും പറയുവാണ്, മൃഗങ്ങളെല്ലാം കാട്ടിലല്ലേ ജീവിക്കുന്നത്. ഈ കാട്ടിലില്ലാത്ത സാധനമല്ലല്ലോ ഈ പാമ്പെന്ന് പറയുന്നത്. സിനിമയുടെ സ്റ്റോറി ഓബിയസ്ലി എല്ലാവർക്കും അറിയായിരിക്കും. പല സ്ഥലത്തു നിന്ന് വരുന്ന ആനിമൽസ് ഒറ്റ സിറ്റിയിൽ ജീവിക്കുന്നു, ഒരു മെട്രോ സിറ്റിയിൽ ജീവിക്കുന്നു. അതാണ് സുട്ടോപ്പിയ. അപ്പോൾ അങ്ങനത്തെ സ്റ്റോറിയിൽ ഈ കാട്ടിൽ ജീവിക്കുന്ന പറയുന്ന വേർഡ് ഇച്ചിരി റോങ് ആണ്. അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ സ്നേക്ക് വന്നിരിക്കുന്നത് തൻ്റെ ഫാമിലിയെ തേടിയാണ്. അതാണ് രണ്ടാം ഭാഗത്തിൻ്റെ സ്റ്റോറി. അപ്പോൾ ആ ഫാമിലിയെ തേടി പോകുന്നതായിരിക്കും ഈ രണ്ടുപേരുടെയും മിഷൻ. അത് കട്ട വില്ലൻസായിട്ട് വരുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അത് എന്തായാലും സിനിമയിൽ കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു കാര്യം കൂടെ കയറി പറയുവാണ്, അതിനൊന്നും വിചാരിച്ചേക്കല്ലേ. അവതാർ 3 ദ ഫയർ ആൻഡ് ആഷ് സിനിമ ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് ആ സിനിമ ട്രെയിലർ പറയാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഈ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ കിട്ടിയുള്ള ആ ഒരു റിയാക്ഷൻ 100% വിഷ്വലി എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. സിനിമ സ്റ്റോറി മിക്കവർക്കും പ്രഡിക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ മുന്നേ ഒരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജെയിംസ് ക്യാമറൂൺ ഈ ഒരു അവതാർ ഫ്രാഞ്ചൈസി പെട്ടുപോയതുപോലെയാണ് എല്ലാവർക്കും ഫീലായിട്ടുള്ളത്. ഇനി സിനിമയുടെ 4ാം ഭാഗവും 5ാം ഭാഗവും എല്ലാം വരാൻ കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ വേറൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2ാം ഭാഗത്തിൽ 1ാം ഭാഗത്തിലെ പല വിഷ്വൽസും എടുത്താണ് 2ാം ഭാഗത്തിലേക്ക് ആഡ് ചെയ്ത്. പിന്നെ കുറച്ച് കളർ ഗ്രേഡിങ്സ് മാറ്റിയെന്നേ ഉള്ളൂ. പിന്നെ സീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനി 3ാം ഭാഗത്തിൽ എന്താവും എന്തോ. മുന്നേ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി വേറെ ആയിട്ടുള്ള ഗോത്രവർഗ്ഗമാണ് ഈ ഫയർ പീപ്പിൾസ്. അപ്പോൾ 3ാം ഭാഗത്ത് കാണാം. ഇനി നമുക്ക് നേരെ സുട്ടോപ്പിയ 2 ട്രെയിലറിലേക്ക് വരാം. സുട്ടോപ്പിയ 2 1ാം ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയ സ്റ്റോറി ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം 1ാം ഭാഗത്തിനകത്ത് ഒരു കിടിലമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഒട്ടും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വില്ലനും ആയിരുന്നു. പക്ഷേ 2ാം ഭാഗത്തിൻ്റെ ട്രെയിലർ കട്ടിൽ തന്നെ ഈ വില്ലനെ കാണിക്കുന്നുണ്ട്, വില്ലനിസം തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ 1ാം ഭാഗം അങ്ങനെയല്ല. കിടിലം സ്റ്റോറി ടെല്ലിങ്ങും നമുക്കൊരു ആനിമേഷൻ മൂവി കാണുമെന്നൊരു ഫീല് പോലും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. എൻ്റെ അപ്ഡേറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.